അർജുൻ ആയങ്കി വേഴ്സസ് കേരള പോലീസ്. കണ്ടാൽ വെടിവയ്ക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി. തൃശൂരിൽ ഒരു മരത്തിന്റെ ചുവട്ടിലുണ്ടെന്ന് അർജുൻ ആയങ്കി. കഴിഞ്ഞ 2 ദിവസമായി കേരള പോലീസും കേരള മാധ്യമങ്ങളും ഒരു പിടികിട്ടാപ്പുള്ളിയെ പോലെ അന്വേഷിക്കുകയാണ് ആയങ്കിയെ. കോതമംഗലം CI, ആഭ്യന്തരമന്ത്രി എന്നിവരെ വെല്ലുവിളിച്ച കേസിൽ ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കിക്കായി നിലവിൽ കേരള പോലീസ് സംസ്ഥാനത്താകെ വലവിരിച്ച് കാത്തിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലും ബ്രേക്കിംഗ് വാർത്തകൾ വരാൻ മാത്രം. കേരള പോലീസ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ തലങ്ങും വിലങ്ങും ഓടാൻ മാത്രം ആരാണ് അർജുൻ ആയങ്കി? 2021 25ാമത്തെ വയസ്സിലാണ് അർജുൻ ആയങ്കി ആദ്യമായി വാർത്തകളിൽ നിറയുന്നത്. അതായത് 2021 രാമനാട്ടുകരയിൽ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലുണ്ടായ ഒരു അപകടം. 5 പേർ മരിച്ച അപകടം സ്വർണ്ണക്കടത്ത് സംഘവും സ്വർണം പൊട്ടിക്കൽ സംഘവും തമ്മിലുള്ള ചേസിങ്ങിനിടെയായിരുന്നു. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവന്ന സ്വർണം തട്ടാനെത്തിയ സംഘത്തിലായിരുന്നു അർജുൻ ആയങ്കി. കണ്ണൂർ പെരിങ്ങോത്തെ പാർട്ടി ഗ്രാമത്തിൽ ഒളിവിൽ കഴിയുമ്പോഴായിരുന്നു ആയങ്കിയെ ആ കേസിൽ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ജാമ്യത്തിലിറങ്ങി. അവിടെ മുതൽ ഇങ്ങോട്ട് ആയങ്കിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആകാശ് തില്ലങ്കേരിയുടെ പേരും ഒപ്പം വന്നതോടെ മാധ്യമങ്ങൾ തീവ്രവാദി പരിവേഷം തന്നെ നൽകി. 25 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള 5 വർഷക്കാലം കൊണ്ട് പലതവണ അർജുൻ ആയങ്കി എന്ന പേര് ആകാശ് തില്ലങ്കേരിയെ പോലെ തന്നെ മാധ്യമങ്ങളിൽ കയറിയിറങ്ങി. അർജുൻ ആയങ്കി കേരള പോലീസിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തി. നിലവിൽ കോതമംഗലം SHO യാണ് അർജുൻ ആയങ്കിയെ ഇത്രയേറെ പ്രകോപിപ്പിച്ച സംഭവങ്ങൾക്ക് പിന്നിൽ. കോതമംഗലം പുന്നേക്കാട്ട് റിസോർട്ടിൽ നിന്ന് അർജുനെയും സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുത്ത SHOയുടെ നടപടി തീർത്തും വൈരാഗ്യ ബുദ്ധിയോടെ മാത്രമായിരുന്നുവെന്നാണ് അന്നു മുതൽ അർജുൻ ആണയിട്ട് പറഞ്ഞത്. തെളിവുകളില്ല. ജില്ലാ പോലീസ് മേധാവി K. സുദർശന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സ്റ്റീൽ പേഡിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ എങ്ങനെ അർജുനും കൂട്ടരും പിടിയിലായി എന്നതാണ് ചോദ്യം. കോതമംഗലം പ്രശ്നം കൊണ്ട് വ്യക്തിപരമായി തനിക്കും സുഹൃത്തുക്കൾക്കും ഉണ്ടായ നഷ്ടം അർജുൻ സോഷ്യൽ മീഡിയകൾ വഴി പങ്കുവച്ചു. കോതമംഗലം SHOയ്ക്കെതിരായ ഭീഷണികൾ അന്ന് തുടങ്ങിയതാണ് അർജുൻ. ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നു. മുമ്പ് കണ്ണൂരിലെ ചാലാട് കേന്ദ്രീകരിച്ച് അക്രമങ്ങൾ നടത്തി. ലീഗ് BJP പ്രവർത്തകരുമായുള്ള CPM അക്രമങ്ങളിലും പലപ്പോഴും ഉയർന്നു കേട്ടത് ആയങ്കിയുടെ പേരായിരുന്നു. പാർട്ടിയുടെ തണലുപയോഗിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആയങ്കിയെ വളർന്നു വന്ന പ്രസ്ഥാനം തന്നെ തള്ളിപ്പറഞ്ഞു. DYFIക്കും CPMനും ഒരു ബന്ധവുമില്ലെന്ന് നേതാക്കൾ നിലപാടെടുത്തതോടെ പാർട്ടിക്ക് പുറത്തായി. എങ്കിലും ആയങ്കി തന്റെ CPM സ്നേഹം മറച്ചുവെക്കാതെയാണ് മുന്നോട്ടു പോയത്. സൈബർ സഖാവായി നവമാധ്യമങ്ങളിലൂടെ അർജുൻ CPMകാരനായി തന്നെ തുടർന്നു. അർജുൻ ആയങ്കിയുടെ ഭീഷണികൾക്ക് മുകളിൽ കേരള പോലീസിന് പറന്നിറങ്ങാൻ സാധിക്കുമോ എന്നാണ് കേരളവും ഉറ്റുനോക്കുന്നത്. വിദേശത്തു നിന്ന് കാരിയർമാരെ നിയോഗിച്ച് ഇന്ത്യയിലേക്ക് സ്വർണം കടത്തൽ, മറ്റു കള്ളക്കടത്തുകാരുടെ സ്വർണം മോഷ്ടിക്കൽ, സ്വർണം നഷ്ടപ്പെട്ടവരുമായി വിലപേശൽ തുടങ്ങിയവയാണ് അർജുന്റെ സ്ഥിരം രീതികൾ എന്നായിരുന്നു കേസ് അന്വേഷിച്ച കസ്റ്റംസിന്റെ കണ്ടെത്തൽ. 2021 പിടിയിലാകും വരെ 6 കോടിയുടെ സ്വർണം തട്ടിയെടുത്തെന്നാണ് കണ്ടെത്തൽ. സ്വർണം തട്ടിയെടുക്കൽ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി എന്നിവരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് കരിപ്പൂർ കസ്റ്റംസിന് അർജുൻ ആയങ്കി മൊഴി നൽകിയിരുന്നു. CPM ബന്ധവും കൊട്ടേഷൻ പ്രവർത്തനങ്ങളുമായിരുന്നു അർജുൻ നിരന്തരം വാർത്തകളിൽ ഇടം പിടിക്കാൻ കാരണം. DYFI അഴീക്കോട് കപ്പക്കടവ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു അർജുൻ ആയങ്കി. സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ, വധശ്രമം, മോഷണം, ഭീഷണി തുടങ്ങിയവയാണ് അർജുൻ ആയങ്കിക്കെതിരെയുള്ള കേസുകൾ. 2023 പാലക്കാട് മീനാക്ഷിപുരത്തു നിന്ന് സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി 75 പവൻ കവർന്ന സംഭവത്തിനു പിന്നിലും ഇയാളായിരുന്നു. 2022 ആയങ്കിയെ കാപ്പ ചുമത്തി കണ്ണൂരിന് പുറത്തേക്ക് നാടുകടത്തിയിരുന്നെങ്കിലും പിന്നീട് കാപ്പ റദ്ദാക്കപ്പെട്ടു. ഭീഷണികളാണ് ആയങ്കിയുടെ സ്ഥിരം ശീലം. സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ ഭീഷണികൾ പതിവാക്കി. സംഘടന ഔദ്യോഗികമായി മാറ്റി നിർത്തിയെങ്കിലും പാർട്ടിക്കും അർജുനെ കൊണ്ട് ഏറെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ ആക്രമിച്ച് സ്വർണം തട്ടുന്ന കൊട്ടേഷൻ സംഘത്തിനൊപ്പം അർജുൻ ചേർന്നിട്ട് 4 വർഷം പിന്നിടുമ്പോഴാണ് ആദ്യ അറസ്റ്റ് നടക്കുന്നത്. ഇതുവരെ നടത്തിയത് കോടികളുടെ പിടിച്ചുപറിയെന്നാണ് അന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത്. കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്താൻ റമീസ് എന്ന പേരായ ഗൾഫിലെ കൂട്ടാളിയുമായി അർജുൻ 35 ദിവസം മുൻപ് പദ്ധതിയിട്ടു. പക്ഷേ സ്വർണം കൊണ്ടുവരാൻ ചുമതലപ്പെടുത്തിയ ആൾ നാട്ടിലേക്ക് വരാതെ ആ സ്വർണവുമായി മുങ്ങുകയായിരുന്നു. കോതമംഗലത്തെ പോലീസ് ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിയ കേസ് അന്വേഷിക്കുന്ന ഊന്നുങ്കൽ ഇൻസ്പെക്ടറെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തിയതിനും അധിക്ഷേപിച്ചതിനുമാണ് നിലവിൽ അർജുൻ ആയങ്കിക്കെതിരെ വീണ്ടും കേസെടുത്തത്.
ഇതിന് പിന്നാലെയാണ് ആയങ്കിയുടെ ഒളിവിലിരുന്നുള്ള ഭീഷണി തുടരുന്നത്. ഇൻസ്പെക്ടറുടെ പരാതിയിൽ ക്രിമിനൽ ഭീഷണി, അശ്ലീല പരാമർശം തുടങ്ങിയ വകുപ്പുകളിട്ടാണ് കേസെടുത്തത്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ വീണ്ടും അർജുൻ ആയങ്കി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. നല്ല ജീവിതം നയിക്കാൻ ഇറങ്ങിയ തന്നെയും സുഹൃത്തുക്കളെയും ഒറ്റ രാത്രി കൊണ്ട് പോലീസ് തകർത്ത് തരിപ്പണമാക്കിയെന്നും ഇനിയൊന്നും പഴയപടിയാകില്ലെന്നും ആകെ മുങ്ങിയാൽ കുളിരില്ലെന്നും അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ കുറിച്ചു. നേരത്തെ കോതമംഗലം ഇൻസ്പെക്ടർക്കെതിരെ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പെൻഷൻ വാങ്ങി ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് കൊല്ലാൻ ഉദ്ദേശിച്ചല്ലെന്നും ഇത് തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും ഇൻസ്പെക്ടറുടെ ജോലി കളയുമെന്നാണ് ഉദ്ദേശിച്ചതെന്നും അർജുൻ ആയങ്കി സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു. ഇൻസ്റ്റഗ്രാമിലൂടെ ഓഡിയോയും പങ്കുവച്ചായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിക്കായി തൃശൂരിൽ വ്യാപക പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. പോലീസിനെ കബളിപ്പിച്ച് തൃശൂരിൽ നിന്ന് അർജുൻ ആയങ്കി വണ്ടി മാറിയെന്നാണ് ഏറ്റവും പുതിയ വിവരം. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അർജുന്റെ സഹോദരൻ അഖിലിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഒളിവിലിരിക്കെ പോലീസിനെതിരെ വെല്ലുവിളികളും ഭീഷണിയും മുഴക്കി ഫേസ്ബുക്കിൽ സജീവമായി തുടരുന്ന അർജുനെ കണ്ടെത്താൻ തീവ്ര ശ്രമമാണ് പോലീസ് നടത്തിവരുന്നത്. നിരന്തരം പ്രകോപനവും വെല്ലുവിളികളുമായി അർജുൻ നിൽക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഇയാളെ കണ്ടെത്താൻ പോലീസിന് മേൽ സമ്മർദ്ദമേറുകയാണ്. അർജുന്റെ വെല്ലുവിളികൾക്ക് മറുപടിയായി അറസ്റ്റ് ഉടൻ നടക്കുമെന്ന് സൂചിപ്പിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടി പ്രതികരണം നടത്തിയതുൾപ്പെടെ സമ്മർദ്ദം ഇരട്ടിയാക്കുന്നുണ്ട്.